പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. ദമ്പതികളടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യം എടുത്തു നൽകാം എന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ യുവതിയെ പെരിന്തൽമണ്ണ ടൗണിലെ ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞ് സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്തതായാണ് പരാതി. പെരിന്തൽമണ്ണ പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയടക്കം 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പള്ളിക്കൽ ബസാർ സ്വദേശി ചോലക്കരപ്രായ് വീട്ടിൽ സനൂഫ്, ഭാര്യ പയ്യനാട് ചോലക്കൽ സ്വദേശി തോരൻ വീട്ടിൽ ജസീല, ആര്യമ്പാവ് അഴിയൂർ സ്വദേശി കൊളർമുണ്ട രാമചന്ദ്രൻ, വിളയൂർ സ്വദേശി മുണ്ടുകാട്ടിൽ സുലൈമാൻ, കുന്നക്കാവ് സ്വദേശി പുറയത്ത് സൈനുലാബുദ്ദീൻ, തിരൂർ സ്വദേശി അത്തൻപറമ്പിൽ റൈഹാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് കസബ സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് യുവതി പരിചയക്കാരും മഞ്ചേരിയിൽ ലോഡ്ജ് നടത്തുന്നവരുമായ സനൂഫിനെയും ഭാര്യ ജസീലയെയും ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ടൗണിലെ ലോഡ്ജിലേക്ക് എത്തുകയും അവിടെ റൂം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും ജാമ്യക്കാരും മറ്റും അവിടെ എത്തുമെന്നും ജസീലയും സനൂഫും പറഞ്ഞതനുസരിച്ച് മുറിയിൽ കാത്തുനിൽക്കുന്നതിനിടെ മുറിയിൽ വെച്ച് 4 പേർ പീഡിപ്പിച്ചതായാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. ജസീല വിളിച്ചു പറഞ്ഞതനുസരിച്ച് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ലോഡ്ജ് നടത്തിപ്പുകാരനായ രാമചന്ദ്രനായിരുന്നു. ജസീലയും സനൂഫും യാതൊരു രേഖയുമില്ലാതെയാണ് അവർ പറഞ്ഞതനുസരിച്ചെത്തിയവർക്ക് റൂം നൽകിയത്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സംഭവം നടന്നത് പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. ലോഡ്ജുകളിൽ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും കൃത്യമായ തിരിച്ചറിയൽ രേഖയില്ലാതെ റൂം കൊടുത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ലോഡ്ജ് നടത്തിപ്പുകാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു. 6 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. CCN പെരിന്തൽമണ്ണ.